ഇല്ല, ഒന്നുമില്ല. കൈ തട്ടി മാറ്റിയപ്പോ തന്നെ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താന്ന് പറ. എയർപോർട്ടിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടായി. ഈ എയർപോർട്ട് എന്ന് പറഞ്ഞാലേ പ്രശ്നമല്ലേ? എന്ത് പറ്റിയെന്ന് പറ. എൻ്റെ അടുത്ത് ഒരുത്തം മിസ്ബിഹേവ് ചെയ്തു. നോക്കുന്നില്ലേന്ന് വിചാരിച്ച ആദ്യം വെറുതെ വിട്ടതാ. പെട്ടെന്നുണ്ട് അവൻ പുറകെ വന്ന് തട്ടിയിട്ട് പോയി. അത്രേ ഉള്ളോ? ആ, എന്റെ പൊന്നോ, നീ കാണാൻ നല്ല സുന്ദരിയില്ലേ? ആർക്കെങ്കിലും നോക്കാതിരിക്കാൻ പറ്റൂടാ? നോക്കിയതൊക്കെ ഓക്കെ, പക്ഷെ കൈ വെച്ചത് തെറ്റായിപ്പോയി. ശരി വിട്, അറിയാതെ ചെയ്തതായിരിക്കും. what kind of a boyfriend are you? It doesn't matter. നീ He came and hit me behind. ഇതൊക്കെ ഒരു പ്രശ്നമാണോടാ? It's okay എന്നാണോ നീ പറയുന്നത്? ഏതോരുത്തം വന്ന് എന്റെ പുറകെ തട്ടിയിട്ട് പോയിട്ട് നിനക്കതൊരു പ്രശ്നമേ അല്ലെന്നാണോ? സൗന്ദര്യം ഉള്ളിടത്തൊക്കെ ഇതുണ്ടാവും. എനിക്ക് മനസ്സിലാവുന്നില്ല. സി 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 ദേ അവൻ തന്നെയാ. അത് അവനെന്ന് തോന്നുന്നു. ഇപ്പൊ നിനക്ക് എന്താ പറയാനുള്ളത്? നീ അവിടെ തന്നെ ഇരുന്നോ, നിനക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. നീ റോഡിൽ വണ്ടി ഓടിക്കുന്നവനാ, ഞാൻ ആകാശത്ത് ഫ്ലൈറ്റ് ഓടിക്കുന്നവനാടാ. എടാ, എയർപോർട്ടിൽ ഒരു പെണ്ണിനെ കണ്ടു, ഓക്കെ. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് നീ അവളുടെ ദേഹത്ത് തൊട്ടില്ലേ, അത് തെറ്റ്. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് വീണ്ടും അവളെ തൊടാൻ വേണ്ടി നീ പുറകെ വന്നില്ലേ, അത് അതിനേക്കാളും വലിയ തെറ്റ്. അതിനുശേഷം നിന്നെ എങ്ങനെ തൊടാതിരിക്കാൻ പറ്റും? ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഒരു പെണ്ണിനെ തൊടണമെങ്കിൽ ആദ്യം അവളുടെ മനസ്സ് തൊടണം. അതേപോലെ ഒരു പെണ്ണൊരാണിന്റെ മനസ്സ് തൊടണമെങ്കിൽ ആദ്യം അവനെ തൊടണം. ഇനി നീ വീട്ടിൽ പോയിട്ട് നിന്റെ ഭാര്യയെ പോലും തൊടാൻ പാടില്ല.
3 ദിവസം മുമ്പ് കാണാതായ 8 വയസ്സുള്ള മധു എന്ന പെൺകുട്ടിയുടെ മൃതദേഹം പാർവതി നഗറിലെ SK ബിൽഡേഴ്സ് കൺസ്ട്രക്ഷൻ അരികിൽ വെച്ച് കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് ഇൻസ്പെക്ടർ മിസ്റ്റർ ആനന്ദും സംഘവും ഇതിനെക്കുറിച്ചുള്ള വിചാരണ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ പുറകിലുള്ള കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് ഇൻസ്പെക്ടർ ആനന്ദ് പറഞ്ഞിരിക്കുന്നു. മധു എന്ന 8 വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഇൻസ്പെക്ടർ ആനന്ദിനോട് ചോദിച്ചപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്ത മോളെ, അയ്യോ സാർ, മോളെ, മോളെ. ഈ വീട്ടില് പാൽ പാക്കറ്റ് പേപ്പർ എല്ലാം ഞാൻ എടുക്കണ്ടേ? അയ്യോ, ഇതെന്താണെന്നറിയുമോ? ഇതാണ് സോപ്പ് പത. ഇത്രയും തുണി അലക്കി ഇത്രയും പത കൂടി ഇല്ലെങ്കിൽ തുണി അലക്കിയതിന് അർത്ഥമേ ഇല്ല. എന്താ പറ്റി നമ്മളെ നാടിന്? നിങ്ങളെ നോക്ക്, ഈ ഡ്രസ്സും ഞാൻ അലക്കണ്ടേ, ഈ പാത്രവും ഞാനാ വാഷ് ചെയ്യണ്ടേ. ഇപ്പൊ ഞാനിത് വാഷ് ചെയ്ത് അവർക്ക് ബെഡ് കോഫി കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞോണ്ടേയിരിക്കും. അമിത കൃഷ്ണൻ ആന്റി എന്നെ ഈ വീട്ടിൽ എത്ര കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് അറിയുമോ? ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതേ നിങ്ങൾക്ക് അയക്കുവാനാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഷോ ചെയ്യണം. ആ ഷോന് എന്നെ വിളിക്കണം. ഐ എം വെയിറ്റിംഗ്. ഇതിനപ്പുറമൊന്നും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂല. എന്റെ പവർ ഞാൻ കാണിച്ചേ തീരൂ. ഐ ആം ദ പവർ ഓഫ് ദ വേൾഡ്. ഐഷു, ആ